അടുത്തത് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതത്തിലെ മൂന്നാമത്തെ എക്സ്പെരിമെൻ്റായ ലീസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതമാണ്. നിങ്ങൾ LRU നിങ്ങൾ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അതിൽ റീസെൻ്റ്ലി യൂസ്ഡ് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതമായിരുന്നു LRU. ഇത് ലീസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതമാണ്. ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ അൽഗോരിതം പറയുന്നത് ലീസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ്, അതായത് നമ്മൾ വരുന്ന പേജ് ഫ്രെയിംസിൽ ഏറ്റവും കുറച്ച് നമ്പർ ഓഫ് ടൈംസ് ഒരു പേജ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ആ പേജിനെ റീപ്ലേസ് ചെയ്യുക എന്നാണ് ഈ അൽഗോരിതം പറയുന്നത്. ഇപ്പം നമുക്കറിയാം കുറേ പേജ് റിക്വസ്റ്റുകൾ വരും. ആ പേജ് റിക്വസ്റ്റിൽ റിപ്പീറ്റഡ്ലി വരുന്ന പേജുകൾ കാണും. പ്രോഗ്രാമിൻ്റെ പല പ്രോഗ്രാമിൻ്റെ പേജുകൾ റിപ്പീറ്റഡ്ലി വരുന്ന പേജുകൾ കാണും. ആ റിപ്പീറ്റഡ്ലി വരുന്ന പേജുകളിൽ ചില പേജുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരാം, ചിലത് ഇത്തിരി ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന പേജുകളിൽ വരുന്ന പേജുകളിൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി ഓഫ് റിക്വസ്റ്റ് ഏറ്റവും കുറഞ്ഞ പേജിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് പുതിയൊരു പേജിനെ നമ്മൾ മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നത്. മെമ്മറി ഫ്രെയിം ഫുള്ളാകുമ്പോഴാണ്. നേരത്തെ പറഞ്ഞതിൽ ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ്, നമ്മൾ ഏറ്റവും അവസാനം യൂസ് ചെയ്തിരിക്കുന്ന, ഏറ്റവും ബാക്കിൽ വന്ന പേജിനെ നമ്മൾ മാറ്റിയിട്ടാണ് നമ്മൾ LRUവിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, മറ്റേ പേജ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്പർ ഓഫ് ടൈംസ് ഏറ്റവും കുറവ് വരുന്ന പേജിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പുതിയ പേജിനെ നമ്മൾ CPU-യിലേക്ക് അല്ല മെമ്മറിയിലേക്ക് അലോട്ട് ചെയ്യും. ഇതാണ്. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്പർ ഓഫ് ഫ്രീക്വൻസി ഓഫ് ടൈംസ്, ഒരു പർട്ടിക്കുലർ 1 or 2 അല്ലെങ്കിൽ മോർ ദാൻ 1 പേജസ് ഒരേ ഫ്രീക്വൻസി ഓഫ് ടൈംസിലാണ് വരുന്നത് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ടൈമിൽ, അതായത് ഫ്രീക്വൻസി ഓഫ് റിക്വസ്റ്റ് സെയിം അതായത് ടൈ വരികയാണെങ്കിൽ ആ ടൈ വരുന്ന പേജുകളിൽ ഒരേ നമ്പർ ഓഫ് ടൈംസ് ഫ്രീക്വൻസി ആണ് വരുന്നതെങ്കിൽ അതിൽ ആരെ റിമൂവ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ FIFO എന്ന് പറഞ്ഞ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ആരാണ് വന്നത് ആ പേജിനെ റീപ്ലേസ് ചെയ്യുന്നു, പകരം പുതിയ പേജിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇതാണ് ലീസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം. ഇതിൽ നമുക്ക് 1-2 എക്സാമ്പിൾസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 13 പേജുള്ള ഒരു സ്ട്രിങ് ആണ് വരുന്നത്. ആ പേജസ് 0, 1, 2, 3, 4 then 7 ഈ പേജസുകളാണ് റിപ്പീറ്റഡ്ലി ഇങ്ങനെ വരുന്നത്, പല ടൈമിലായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേജ് റീപ്ലേസ്മെൻറ്റ് ലീസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് അൽഗോരിതം വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് വരുന്ന പേജിൻ്റെ ഓർഡർ. പേജ് പൊസിഷൻ ഫസ്റ്റിൽ നിൽക്കുന്ന 7, then 2, 0, 3 1 അങ്ങനെ 13th വരെയുള്ള പേജസുകൾ ഇങ്ങനെയുണ്ട്. ഇതിൽ പല പേജസും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇവിടെ നമ്പർ ഓഫ് ഫ്രെയിംസ് 3 ആണ്. 3 ഫ്രെയിമിന് ഉള്ളിലാണ് നമുക്ക് ഈ പേജുകളെ അക്കോമഡേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പേജസ് 3. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഡാറ്റാ സ്ട്രക്ചറിൽ ഒന്നുള്ളത് ഫ്രീക്വൻസി ഒരു പേജിൻ്റെ ഫ്രീക്വൻസി എത്ര ടൈംസിലാണ് ആ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ അത് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഫ്രീക്വൻസി മെഷർ ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരേ ഫ്രീക്വൻസി വരികയാണെങ്കിൽ അതിൽ ആദ്യം വന്ന ആരാണ്, FIFO, ആ വന്നിരിക്കുന്ന ഒരേ ടൈ വരുന്ന പേജുകളിൽ ഫ്രീക്വൻസി ഓഫ് റിക്വസ്റ്റ് ഒരേ നമ്പർ ഓഫ് ടൈംസ് വരുന്ന പേജുകളിൽ, ചിലപ്പോൾ പേജ് 3യും പേജ് 0യും ഒരേ ടൈമിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സെയിം വരാം. അങ്ങനെ വരുന്ന സമയത്ത്
അതിൽ ആദ്യം ആരാണ് വന്നത് ആ പേജിന് റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും പുതിയ പേജിന് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം വന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പൊസിഷൻ, പേജ് പൊസിഷൻ കൂടെ നമ്മൾ ഓരോ പേജിനെയും നമ്മൾ ഇതിനുള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം അറയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഈ 2 ഡാറ്റാ സ്ട്രക്ചർ കൂടെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നു. 2 അറയാണ്. ഒന്ന് ഫ്രീക്വൻസി സ്റ്റോർ ചെയ്യാനും പിന്നൊന്ന് പേജിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ. അതിൽ ഏറ്റവും ലോവസ്റ്റ് ഇൻഡെക്സ് പൊസിഷനിലിരിക്കുന്ന പേജായിരിക്കും ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ എളുപ്പമായിട്ടാണ് നമ്മൾ ഈ 2 ഡാറ്റയും കൂടെ നമ്മൾ ഈ പ്രോസസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഇനിഷ്യലി നമ്മൾ എല്ലാ ഫ്രെയിമും -1 ആക്കി വയ്ക്കും. അത് നമ്മളെല്ലാം വയ്ക്കുന്നു. എന്നിട്ട് ആദ്യം ഫ്രെയിം വരികയാണ്. ഫസ്റ്റിൽ വരുന്ന പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ്. അപ്പോൾ 7 നമ്മൾ ഇതിനകത്ത് എല്ലാ ഫ്രെയിമും 0 ആയതുകൊണ്ട് 7നെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പേജ് 7 വന്നു. 7 നമ്മൾ അതിനകത്ത് ഫസ്റ്റ് ഫ്രെയിമിൽ അക്കോമഡേറ്റ് ചെയ്തു. ദെൻ ബാക്കി 2 ഫ്രെയിമും -1-ലിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ 7ൻ്റെ ഫ്രീക്വൻസി 1 ആയി. അത് ഒരു 1 ടൈം വന്നു. അപ്പോൾ അത് 1 ആയി. ബാക്കി എല്ലാ ഫ്രീക്വൻസികളും നമ്മൾ 0 ആക്കി വയ്ക്കുന്നു. അപ്പോൾ ഇനിഷ്യലി നമ്മൾ ഈ അറേ അങ്ങ് 0 ആക്കി വയ്ക്കുക. എന്നിട്ട് ഏത് പേജാണോ വന്നത് ആ പേജിൻ്റെ ഫ്രീക്വൻസി 1 ആക്കുക. ഇനി അടുത്ത് നമ്മൾ ഒരു പേജിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി 1 ഇൻക്രിമെൻ്റ് ചെയ്തു. ദെൻ അതിൻ്റെ പൊസിഷൻ എവിടെയാണോ ആ പൊസിഷൻ നമ്പർ, പേജ് പൊസിഷൻ നമ്പർ കൂടെ നമ്മളവിടെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഈ 7ൻ്റെ പേജ് പൊസിഷൻ നമ്പർ 1 ആണ്. ഈ 1 ആണ് അതിൻ്റെ പൊസിഷൻ. ഫസ്റ്റ് വന്ന പേജ് അതാണ്. ആ 1 കൂടെ നമ്മൾ പൊസിഷൻ അറേക്കകത്തോട്ട് പ്ലേസ് ചെയ്യുന്നു. ബാക്കിയെല്ലാം നമ്മൾ 0 ആക്കി വയ്ക്കുന്നു. ഫസ്റ്റ് പേജ് വന്നു. ദെൻ അടുത്ത് സെക്കൻഡ് പേജാണ്. സെക്കൻഡ് പേജ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഫസ്റ്റ് പേജ് ഫുള്ളാണ്. ദെൻ പ്ലേസ് ചെയ്തിരിക്കുന്ന 7 ഇരിക്കുന്നതുകൊണ്ട് അത് യൂസ്ഡ് ആണ്. ദെൻ സെക്കൻഡ് ഫ്രെയിം ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ആ ഫ്രെയിമിലേക്ക് ആ വാല്യൂ പ്ലേസ് ചെയ്യുന്നു. ഇനി നമ്മൾ മൂന്നാമത്തെ ഫ്രെയിമിൽ -1 ആണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് 7ഉം 0യും വന്നു. ഇനി 0യുടെ പൊസിഷൻ 0യുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 ആണ്. ബാക്കിയെല്ലാം 0 ആണ്. 7ൻ്റെ 1. ഇനി 0യുടെ പൊസിഷൻ നമ്പർ 2 ആണ്. 0 ഇവിടെ ഉണ്ട്. പൊസിഷൻ നമ്പർ 2. ആ 0യുടെ പൊസിഷൻ നമ്പർ സ്റ്റോർ ചെയ്യുന്നു. ബാക്കിയെല്ലാം 0 ആക്കി വയ്ക്കുന്നു. ഇനി അടുത്ത് പേജ് നമ്പർ 1 ആണ്. മൂന്നാമത് വരുന്ന പേജ് 1 ആണ്. അപ്പോൾ 7 ഉണ്ട്, 0 ഉണ്ട്, ദെൻ 1 അവിടെ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം പേജ് ഫോൾട്ട് ആണ്. അപ്പോൾ പേജ് ഫോൾട്ടിന് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഓരോ പേജും ഫോൾട്ടായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. 3 പേജ് ഫോൾട്ടായി. ഇനി 0യുടെ ഫ്രീക്വൻസി 1, ദെൻ 1ൻ്റെ ഫ്രീക്വൻസി 1, 2ൻ്റെ 0, 3യുടെ 0, 4ൻ്റെ 0, 7ൻ്റെ 0, 1. ദെൻ ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യുടെ 2, 1ൻ്റെ ഇൻഡെക്സ് പൊസിഷൻ 3 ആണ്. അതായത് പേജ് പൊസിഷൻ 3 ആണ്. ബാക്കിയെല്ലാം 0 ആണ്. 7ൻ്റെത് 1 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് വന്നത്. ഇനി അടുത്തത് വരുന്നത് കഴിഞ്ഞാൽ നാലാമത്തിരിക്കുന്ന പേജാണ് പേജ് നമ്പർ 2. പേജ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഫ്രെയിമും ഫുള്ളാണ്. അപ്പം അടുത്ത് ഒരു റീപ്ലേസ്മെൻ്റ് കൂടെ വേണം. അപ്പോൾ ഇതൊരു ഫോൾട്ടാണ്. ഇല്ലാത്തത് കൊണ്ട് അതൊരു ഫോൾട്ടാണ്. ഇനി റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് ചെയ്യുമ്പം അടുത്ത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലെ ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി ഉള്ള പേജ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രീക്വൻസി ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഫ്രീക്വൻസി ഈ 3 ഫ്രെയിമിൻ്റെയും ഫ്രീക്വൻസി 1 ആണ്. അപ്പോൾ ഇവിടെ ഒരു ടൈ ആണ് വന്നിരിക്കുന്നത്. ടൈ വന്നതുകൊണ്ട് അടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ടൈ ആയിട്ടിരിക്കുന്ന ഫ്രെയിംസിൽ ആദ്യം വന്നത് ആരാണെന്ന് നോക്കുന്നു. അത് നമ്മൾ പൊസിഷൻ ടേബിൾ നോക്കുന്നു. പൊസിഷൻ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് പൊസിഷൻ വന്നിരിക്കുന്നതാണ് ഏറ്റവും ആദ്യം വന്ന പേജ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 7 ആണ് 1. ബാക്കിയെല്ലാം അതിന് ശേഷമുള്ളതാണ്. അപ്പം ഈ 7നെ റീപ്ലേസ് ചെയ്യുന്നു. പകരം അവിടെ നമ്മൾ ഈ 2നെ അക്കോമഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ 2 ഇവിടെ പ്ലേസ് ആവുന്നു. 7നെ റീപ്ലേസ് ചെയ്യുന്നു. ബാക്കി 2 പേജും അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 7ൻ്റെ ഇൻഡെക്സ് പൊസിഷൻ നമ്മളങ്ങ് 0 ആക്കും. പേജ് പൊസിഷൻ 0 ആക്കുന്നു. പകരം
നമ്മൾ 2-ൻ്റെ പൊസിഷൻ അവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. 2-ൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 അവിടെ വയ്ക്കുന്നു. ബാക്കിയെല്ലാം അതുപോലെ ഇരിക്കുന്നു. 7-ൻ്റെ ഫ്രീക്വൻസി 0 ആയി, ഇതും 0 ആയി, 0 ആയി, 1 1 1. അപ്പോൾ ഇതാണ് 2 ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ വരുന്ന ഡാറ്റ. അടുത്ത ഫ്രെയിം എന്ന് പറഞ്ഞാൽ, അപ്പോൾ അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവൈലബിൾ ആണ്, ഈ ഫ്രെയിമിൽ സെക്കൻഡ് ഫ്രെയിമിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ അതൊരു ഹിറ്റാണ്. അപ്പോൾ അവിടെ ഒരു ഹിറ്റാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 0 വന്നിരിക്കുകയാണ്. 0 ആൾറെഡി ഒരു പ്രാവശ്യം ഉണ്ട്. അടുത്ത് ഒരു പ്രാവശ്യം കൂടെ വന്നതുകൊണ്ട് അത് 0 ഫ്രീക്വൻസി 2 ആവുന്നു. അതിൻ്റെ ഫ്രീക്വൻസി 2 ആവുന്നു. ബാക്കി രണ്ടും 1, പിന്നെ ബാക്കിയുള്ള പേജുകളെല്ലാം 0. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് പൊസിഷനിൽ പേജ് പൊസിഷനിൽ മാറ്റമൊന്നുമില്ല. പേജ് പൊസിഷൻ അത് തന്നെയാണ്. അടുത്ത് വരുന്ന ഫ്രെയിം എന്ന് പറഞ്ഞാൽ പേജ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ഇതിനകത്തില്ല. അപ്പോൾ അതൊരു ഫോൾട്ടാണ്. ഫോൾട്ട് ആയതുകൊണ്ട് ഇവിടെ പേജ് റീപ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ പേജ് റീപ്ലേസ്മെൻ്റ് ഉള്ളതുകൊണ്ട് ഈ 203-ൽ ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2ഉം 1ഉം ആണ് ഏറ്റവും ലോവസ്റ്റ്. ഈ 2ഉം 1ലും ആരാണ് ഫസ്റ്റിലെ വന്നതെന്ന് നോക്കും. അപ്പോൾ 2 1 നോക്കിക്കഴിഞ്ഞാൽ 1 3-ലാണ് വന്നിരിക്കുന്നത്, 2 4-ലാണ് വന്നിരിക്കുന്നത്. അപ്പം ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത് ഏറ്റവും ലോവസ്റ്റ് ഈ പേജ് പൊസിഷനുള്ള 1 ആണ് ആദ്യം. അതിൻ്റെ പൊസിഷൻ 3 ആണ്, മറ്റേതിൻ്റെ 4 ആണ്. അപ്പം ഈ 1 എന്ന് പറയുന്ന പേജാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. 1 എന്ന് പറയുന്ന പേജ് റീപ്ലേസ് ചെയ്ത് അവിടെ നമ്മൾ 3 പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 3 വന്നു, ദെൻ 0 അവിടെ ഇരിക്കുന്നു, 2 അവിടെ ഇരിക്കുന്നു. ഇനി നമ്മൾ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ 0യുടെ ഫ്രീക്വൻസി ആൾറെഡി 2 ആയിരിക്കുകയാണ്. 1ൻ്റെ ഫ്രീക്വൻസി 1 ആൾറെഡി പോയതുകൊണ്ട് അതിനെ 0 ആക്കുന്നു. 2ൻ്റെ ഫ്രീക്വൻസി 1 തന്നെയാണ്. 3യുടെ ഫ്രീക്വൻസി 1 ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. ബാക്കിയെല്ലാം 0. ഇൻഡെക്സ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ 0 നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടില്ല, 0 അവിടെ തിരിപ്പുണ്ട്. 1 മാറ്റിയതുകൊണ്ട് 1ൻ്റെ 0 ആക്കുന്നു. 2 ആൾറെഡി 4 തന്നെയാണ്. ഇനി അടുത്ത് വന്നിരിക്കുന്ന 3 ആണ്. 3യുടെ ഇൻഡെക്സ് പൊസിഷൻ 6 ആണ്. അത് നമ്മളവിടെ പ്ലേസ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് 6ാമത്തെ പേജ് പ്ലേസ് ചെയ്യുന്നത്. അടുത്ത 7ാമത്തെ പേജ് 0 ആണ്. 0 ആൾറെഡി ഉണ്ട്, അതുകൊണ്ട് അതൊരു ഹിറ്റാണ്. ഹിറ്റായതുകൊണ്ട് അവിടെ റീപ്ലേസ്മെൻ്റ് ഒന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ ഇരിക്കുകയാണ്. 0 ആണ് വന്നിരിക്കുന്നത്. 0 വന്നതുകൊണ്ട് അത് ആൾറെഡി നേരത്തെ 2 ആയിരുന്നതിൻ്റെ ഫ്രീക്വൻസി തന്നെ അടുത്ത് 3 ആയി. ബാക്കി പേജുകളൊന്നും മാറ്റമില്ല. ഇതാണ് 7ാമത്തെ പേജ് വന്ന്. അടുത്തത് പേജ് നമ്പർ 8ാമതിരിക്കുന്ന പേജ് എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ഒന്നും ഇതിനകത്തില്ല, ഫ്രെയിമിനകത്തില്ല. അപ്പോൾ അവിടെ ഒരു ഫോൾട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ നമുക്കൊരു റീപ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 203-ൽ ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി ആരാന്ന് നോക്കുക. അപ്പോൾ 203-ൽ 0യുടെ ഫ്രീക്വൻസി 3 ആണ്. അപ്പോൾ അതിനെ കളയുക, അതിനെ മാറ്റി നോക്കേണ്ട കാര്യമില്ല. പിന്നെ 2ഉം 3ഉം 3-ലും ആരാണ് ആദ്യം വന്നിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ 2ൻ്റെത് 4ഉം 3യുടെ 6ഉം ആണ്. അപ്പോൾ 2നെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. 2നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നമ്മൾ 4 വയ്ക്കുന്നു. മറ്റത് 2 അവിടെ ഇരിക്കുന്നു. അപ്പം നമ്മൾ മാറ്റിയിരിക്കുന്നത് 2നെയാണ് മാറ്റിയിരിക്കുന്നത്. 0യുടെ ഫ്രീക്വൻസി 3, 1നില്ല, 2നെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി 0 ആക്കുന്നു. 3യുടെ ഫ്രീക്വൻസി ആൾറെഡി 1 ആണ്. ദെൻ അവിടെ 4 വന്നു, 1. ഇനി ഇൻഡെക്സ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ 0 അവിടെ തന്നെ ഉണ്ട്. 1 ഇല്ല, 0 ആണ്. ദെൻ 2ൻ്റെത് 4 തന്നെ. 2നെ നമ്മൾ ആൾറെഡി റിമൂവ് ചെയ്തിരിക്കുകയാണ്. 2നെ റിമൂവ് ചെയ്തുകൊണ്ട് അതിൻ്റെ പൊസിഷൻ 0 ആക്കുക. 3യുടേത് 6 തന്നെയാണ്. 4 ആണ് പുതിയതായിട്ട് വന്നത്, അതിൻ്റെ പൊസിഷൻ 8 ആണ്. ദെൻ 0. അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ 9th പേജ് എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ 2. ഈ പേജ് എന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് ഫ്രെയിമിനകത്തില്ല, അതുകൊണ്ട് അതും ഫോൾട്ടാണ്. ഫോൾട്ടായതുകൊണ്ട് ഇവിടെ റീപ്ലേസ്മെൻ്റ് ഉണ്ട്. അതിൽ 403
403 ഏറ്റവും ലീസ്റ്റ് ആരാണെന്ന് നോക്കുമ്പോൾ 0ക്ക് മാറ്റമില്ല, 3ഉം 4ഉം ആണ്. 3ഉം 4ഉം ആണ് ഒരേ ടൈയിൽ വരിക്കുന്ന ഫ്രീക്വൻസി 1 ഉള്ളത്. അതിൽ 3ൽ 4ൽ ആരാണ് ആദ്യം വന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം 6 ആണ് ലോവസ്റ്റ്. അപ്പോൾ ഈ 6 എന്ന് പറയുന്നത് പേജ് പൊസിഷനിലേക്ക് 3യെ റീപ്ലേസ് ചെയ്യുന്നു. 3യെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നമ്മൾ 2നെ പ്ലേസ് ചെയ്യുന്നു. ഇതാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ 2നെ പ്ലേസ് ചെയ്യുന്നു, 0ഉം 4ഉം അവിടെ ഇരിക്കുന്നു. 0 3 തന്നെയാണ്. 2 പുതിയതായിട്ട് വന്നതാണ്, അതിൻ്റെ ഫ്രീക്വൻസി 1. 3 നമ്മൾ റീപ്ലേസ് ചെയ്തു, ദെൻ 4 അവിടെ തന്നെ ഉണ്ട്. ദെൻ ഇൻഡെക്സ് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ 0യുടെ ഇൻഡെക്സ് പൊസിഷൻ 2 തന്നെയാണ്. 1ൻ്റെ ഇൻഡെക്സ് പൊസിഷൻ 0 ആണ്. ദെൻ 4 അല്ല 2ൻ്റെത് പുതിയതായിട്ട് 2 ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതാണ് 9. 3യെ നമ്മൾ റിമൂവ് ചെയ്തു, 0. 4ൻ്റെത് 8, ദെൻ 0. അടുത്ത് 10th പൊസിഷനിലിരിക്കുന്ന പേജ് 3 ആണ്. അതും ഇല്ല, ഫ്രെയിമിലില്ല. അപ്പോൾ അവിടെ ഫോൾട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് റീപ്ലേസ്മെൻ്റ് ഉണ്ട്. റീപ്ലേസ്മെൻറ്റിൽ 402ൽ ആരാണ് ലോവസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം 4ഉം ആണ്. 2ഉം 4, 3 ആൾറെഡി അല്ല, 0യുടെ ഫ്രീക്വൻസി ഹൈ ആണ്, അതുകൊണ്ട് അത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ 2ഉം 4ഉം, ഈ 2ഉം 4ൽ ആരാണ് ആദ്യം വന്നത്? 2 വന്നിരിക്കുന്ന 9, 4 വന്നിരിക്കുന്ന 8. അപ്പോൾ 4നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നമ്മൾ 3 വയ്ക്കുന്നു. ദെൻ 0 2. ഇവിടെ ഫ്രീക്വൻസി ഓഫ് 0 1 അല്ല 3, 1ൻ്റെത് 0, ദെൻ 2ൻ്റെത് 1, 3യുടേത് 0, 4 റീപ്ലേസ് ചെയ്ത് 0, പകരം 2 വന്നിട്ടുണ്ട്. 3 ആണ് വന്നത്. 3യുടേത് ഫ്രീക്വൻസി 1, 4 മാറ്റിയിട്ട് 3 ആണ് വന്നത്. ദെൻ 0, ദെൻ പൊസിഷൻ 2, ദെൻ 1ൻ്റെത് 0 തന്നെയാണ്. 2 ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്, അല്ല 2 ആൾറെഡി ഉള്ളതാണ് 9. ദെൻ 3 ഇപ്പോൾ വന്നതാണ്. 3യുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 10. 4 നമ്മൾ റീപ്ലേസ് ചെയ്തു, 7 ഇല്ല. അടുത്തത് 0 എന്ന് പറയുന്ന പേജാണ്. അതൊരു ഹിറ്റാണ്, ആൾറെഡി ഉണ്ട്, അപ്പോൾ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ 0 വന്നതുകൊണ്ട് 0യുടെ ഫ്രീക്വൻസി വീണ്ടും 4 ആയി. അടുത്തത് മാറ്റമൊന്നുമില്ല. ബാക്കി എല്ലാ ഇൻഫർമേഷനും അതുപോലെ ഇരിക്കുന്നു. ഫ്രീക്വൻസി മാത്രം നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തത് 12th പേജ് എന്ന് പറയുന്നത് 3 ആണ്. അവിടെ അതും ഒരു ഹിറ്റാണ്, കാരണം ആൾറെഡി 3 ഉണ്ട്. അപ്പം 3 0 2. അപ്പം 0യുടെ ഫ്രീക്വൻസി 4, 1ൻ്റെത് 0, 2ൻ്റെത് 0, 302 ആണ്. 2ൻ്റെത് 1, 3 1 ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്, അതുകൊണ്ട് 3യുടെ ഫ്രീക്വൻസി 2 ആകുന്നു. 0 0 2 0 9 10 0 0. അടുത്ത 2 ആൾറെഡി ഉണ്ട്, അതും ഹിറ്റാണ്. അപ്പോൾ അടുത്തത് ഇൻഡെക്സ് ഫ്രെയിമിൽ മാറ്റമൊന്നുമില്ല, ഫ്രെയിം അതുപോലെ തന്നെ ഇരിക്കും. 0യുടെ 4, 1ൻ്റെ 0, 2ൻ്റെത് 2 ആയി, 3 2 ആയി, ദെൻ 0 0. അടുത്തത് ഇൻഡെക്സ് പേജ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ പേജ് പൊസിഷൻ മാറ്റമില്ല. 0 9 10 0 0. അപ്പോൾ ഇതാണ് നമ്മളെ
പേജ് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് വരുന്ന പേജ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ 8. ഹിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1-8/13 എന്ന് പറയുമ്പോൾ 5/13 വരുന്നു, 0.38 എന്ന് വരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ പേജ് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഫ്രെയിമിലിരിക്കുന്ന സ്ട്രക്ചർ. ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. നമ്മളെ പ്രസൻറ്റേഷനിൽ ഇത് തന്നെയാണ് ഇരിക്കുന്നത്, സെയിം വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ ഇതാണ്, ഈ രീതിയിലാണ് നമ്മൾ പേജ് റീപ്ലേസ്മെൻറ്റ് യൂസിങ് ലീസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് അൽഗോരിതം വെച്ച് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു തോന്നുന്നു. ഒരു എക്സാമ്പിളൂടെ ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്ട്രിങ്, പേജ് സ്ട്രിങ്, റെഫറൻസ് സ്ട്രിങ് എന്ന് പറഞ്ഞ് ഇത്രയാണ്. ഇതിനകത്ത് 19 പേജസ് ഉണ്ട്. ഫ്രെയിംസ് 3 തന്നെയാണ്. അപ്പോൾ ഈ പേജസ് എങ്ങനെയാണ് നമ്മൾ ലീസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം വഴി നമ്മൾ മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. പിന്നെ നമ്മൾ ഫ്രെയിം ഇനിഷ്യലി എല്ലാം -1 ആക്കി empty ആക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ 3 ആണ്. അല്ല, ഫസ്റ്റ് പേജ് 3 ആണ്, പേജ് നമ്പർ 3. പേജ് നമ്പർ ഫസ്റ്റ് പേജ് വരുമ്പോൾ ആദ്യം ഫ്രെയിം ചെക്ക് ചെയ്യും. ഫ്രെയിം ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ ഫ്രെയിമും empty ആണ്. അപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് ആ പേജിന് പ്ലേസ് ചെയ്യും. അതൊരു ഫോൾട്ടുമാണ്. ദെൻ അടുത്ത് ആ പേജിൻ്റെ ഫ്രീക്വൻസി പേജ് നമ്പർ 3 ആണ്, അതിനെ 1 ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ദെൻ ആ പേജിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇവിടെ ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 1 ആണ്, അതങ്ങ് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇത്രയാണ് ആദ്യം നടക്കുന്ന പ്രോസസ്സ്. ദെൻ സെക്കൻഡ് പേജ് വരുന്നു. സെക്കൻഡ് പേജ് നോക്കുമ്പോൾ ഫ്രെയിം നോക്കുമ്പോൾ ഫസ്റ്റ് ഫ്രെയിമേ ഉള്ളൂ ഫില്ലായിരിക്കുന്നത്, ബാക്കി 2 ഫ്രെയിമും empty ആണ്. അപ്പോൾ അത് വീണ്ടും ഫോൾട്ടാണ്. ആ പേജിനെ സെക്കൻഡ് ഫ്രെയിമിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ദെൻ അടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പേജിൻ്റെ ഫ്രീക്വൻസി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇപ്പം വന്നിരിക്കുന്ന പേജ് എന്ന് പറഞ്ഞാൽ 2ൻ്റെ ഫ്രീക്വൻസി 1 ആക്കുന്നു, ബാക്കിയെല്ലാം പഴയ കണ്ടീഷനിൽ വയ്ക്കുന്നു. ഇതിൻ്റെ 2ൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 2 ആണ്, മറ്റത് 1 0 0 0. അടുത്ത് വരുന്ന പേജ് എന്ന് പറഞ്ഞാൽ 1 ആണ്, അതും ഫോൾട്ടാണ്. ആ പേജ് നമ്മൾ ഇതിനകത്ത് പ്ലേസ് ചെയ്യുന്നു. 3 2 1. അതിൻ്റെ ഫ്രീക്വൻസി 1 തന്നെയാണ്. 1 1 1 1ൻ്റെ ഇൻഡെക്സ് പൊസിഷൻ 3 ആണ്. 2 1. അടുത്ത പേജ് വരുന്ന 3 ആണ്. അപ്പം ഈ പേജ് ആൾറെഡി ഈ ഫ്രെയിമിനകത്ത് ഫസ്റ്റ് ഫ്രെയിമിൽ അത് ഇവിടെയുണ്ട്, അതുകൊണ്ട് അത് ഹിറ്റാണ്. ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ അതിൻ്റെ ഫ്രീക്വൻസി അങ്ങ് കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ. പേജ് നമ്പർ 3യുടെ ഫ്രീക്വൻസി 1 എന്ന് പറഞ്ഞാൽ 2 ആക്കുക, ബാക്കി ചേഞ്ചസ് ഒന്നുമില്ല. അടുത്ത് വരുന്ന പേജ് എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ഇതിനകത്തില്ല, അപ്പോൾ അതൊരു ഫോൾട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഈ 3 2 1 എന്ന് പറയുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി ഉള്ള പേജസ് ഓൺ നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പേജ് 1ൻ്റെയും പേജ് 2ൻ്റെയും ഫ്രീക്വൻസി സെയിം ആണ്. അപ്പോൾ ഇതിൽ ആദ്യം വന്നത് ആരാണെന്നാണ് നോക്കുന്നത്. 1 വന്നിരിക്കുന്ന 3ലും 2 വന്നിരിക്കുന്ന 2ലുമാണ്. അപ്പോൾ 2 എന്ന് പറയുന്ന പേജാണ് ആദ്യം വന്നിരിക്കുന്നത്, അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു, പകരം അവിടെ 4 വയ്ക്കുന്നു, ബാക്കി 2 പേജും അവിടെ തന്നെ ഇരിക്കുന്നു. അപ്പം നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്ന 2 എന്ന് പറയുന്ന പേജാണ്. 2 എന്ന് പറയുന്ന പേജിനെ നമ്മൾ റിമൂവ് ചെയ്തു, പകരം നമ്മൾ 4നെ അവിടെ പ്ലേസ് ചെയ്യുന്നു. ടു റിമൂവ് ചെയ്തു, അതുകൊണ്ട് 0 ആക്കുന്നു. 3 1 തന്നെയാണ്, 4 1 ആയി. അല്ല, 4ൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്, ബാക്കി 2 0. അടുത്ത പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് നമ്പർ 6, അതായത് 1
ആറാമത് വന്നിരിക്കുന്ന പേജ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ആൾറെഡി ഇതിനകത്തുണ്ട്, അതൊരു ഹിറ്റാണ്. അപ്പം 3 4 1 1ൻ്റെ ഫ്രീക്വൻസി ഒന്നുകൂടെ കൂട്ടുക, 2 ആക്കുക. ബാക്കി അതുപോലെ തന്നെ ഇരിക്കുന്നു. 3 0 1 5 0 0. അടുത്ത് വരുന്ന പേജ് എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 ഇതിനകത്തില്ല, അതുകൊണ്ടത് ഫോൾട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം 3 4 1. 3 4 1ൽ ഏത് പേജാണ് ലീസ്റ്റ് വന്നിരിക്കുന്നത്? അപ്പം 1ൻ്റെ ഫ്രീക്വൻസി 2, 3യുടെ ഫ്രീക്വൻസി 2. അതിലും താഴെയുള്ള ഫ്രീക്വൻസി ഉള്ള ഒരു പേജുണ്ട് 1 4. അപ്പം 4നെ റീപ്ലേസ് ചെയ്യുക, കാരണം അതാണ് ലീസ്റ്റ് ഫ്രീക്വൻ്റായിട്ട് വരുന്നിരിക്കുന്ന പേജ്. അപ്പോൾ അതിനെ അങ്ങ് റീപ്ലേസ് ചെയ്യുക, അതിനെ അങ്ങ് 0 ആക്കുക. പകരം ആ സ്ഥാനത്ത് പുതുതായിട്ട് വന്ന 6 എന്ന് പറയുന്ന പേജിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കുക. 0 2 നമ്മൾ മാറ്റിയിരിക്കുന്നത് 4നെയാണ്, മറ്റേ 2 പേജ് അവിടെ തന്നെ ഇരിക്കുന്നു. ഇനി പുതുതായിട്ട് വന്ന 6 എന്ന് പറയുന്ന പേജിൻ്റെ പൊസിഷൻ അത് പറഞ്ഞാൽ 7 ആണ്. 7 അവിടെ പ്ലേസ് ചെയ്യുന്നു. 4 റിമൂവായി, ബാക്കി 2ഉം അതുപോലെ തന്നെ ഉണ്ട്. ഇനി അടുത്ത് വരുന്ന പേജ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഇതിനകത്തില്ല, അപ്പോൾ അത് വീണ്ടും ഒരു ഫോൾട്ടാണ് വന്നിരിക്കുന്നത്, പേജ് ഫോൾട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ 3 6 1ൽ ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് നോക്കുക. 1ഉം 3ഉം 1ഉം 3ഉം ആൾറെഡി 2 ആണ്. പിന്നുള്ളത് 6. ഇപ്പോൾ വന്ന 6 ആണ് ഏറ്റവും ലീസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഒബ്വിയസ്ലി 6നെ നമ്മളങ്ങ് റീപ്ലേസ് ചെയ്യുന്നു. 6നെ റീപ്ലേസ് ചെയ്ത് വീണ്ടും 2 ആവുന്നു. 3 1 1 2 0 0 0 3 2 ഇപ്പോൾ പുതുതായിട്ട് വന്നു. അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 8 ആണ്, അതവിടെ ആഡ് ചെയ്യുക. മറ്റത് 2ഉം 0, മറ്റെല്ലാം 0 ആക്കുക. ഇനി അടുത്ത് വരുന്നത് 4 എന്ന് പറയുന്ന പേജാണ്. അതും ഫോൾട്ടാണ്, ഇല്ല. അപ്പോൾ വീണ്ടും 1 ഇതിൽ 1 2 3ൽ ഏറ്റവും ലീവസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ വന്ന 2 ആണ്. മറ്റേ 2ഉം ഫ്രീക്വൻസി 2 ആണ്. അപ്പോൾ ഈ 2നെ നമ്മളങ്ങ് റീപ്ലേസ് ചെയ്യണം. 2നെ റീപ്ലേസ് ചെയ്തിട്ടാണ് പുതിയ പേജിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 2നെ മാറ്റിയിട്ട് അവിടെ നമ്മൾ 4 പ്ലേസ് ചെയ്യുന്നു. 3 1 അവിടെ തന്നെ ഇരിക്കും. 2 0 2 4 1ആയി. 3 2 ആണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. റീപ്ലേസ് ചെയ്തിട്ട് 4നെ പ്ലേസ് ചെയ്തു. അപ്പം 2ൻ്റെ 0 ആയി, 4ൻ്റെത് 9 0 0. അടുത്ത് വരുന്ന പേജ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ആൾറെഡി ഇതിനകത്തുണ്ട്, അപ്പോൾ അതൊരു ഹിറ്റാണ്. അപ്പം 3 4 1 3യുടെ ഫ്രീക്വൻസി 1 കൂട്ടുക, 3 ആക്കുക. പൊസിഷൻ പഴയത് തന്നെയാണ്, പൊസിഷനിൽ മാറ്റമൊന്നുമില്ല. അടുത്ത് വരുന്ന പേജ് 4 ആണ്. 4ഉം ഒരു അവൈലബിൾ ആണ്, അതും ഒരു ഹിറ്റാണ്. അപ്പം 3 4 1 4ൻ്റെ ഫ്രീക്വൻസി കൂട്ടുക. 3 4ൻ്റെ ഫ്രീക്വൻസി 2 ആയി. 3 0 1 9 0 0. അടുത്ത് വരുന്ന പേജ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഇതിനകത്തില്ല, അപ്പോൾ അത് ഫോൾട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ 3 4 1ൽ ആരാണ് ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് നോക്കുക. 3 4 1. അപ്പം 4ൻ്റെയും 1ൻ്റെയും ഫ്രീക്വൻസി സെയിം ആണ്, 3 കൂടുതലാണ്. അപ്പോൾ 1ലും 4ലും ആരാണ് ആദ്യം വന്നത്? 1 3ലും 4 9ലുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി 1നെ റീപ്ലേസ് ചെയ്തു, അവിടെ നമ്മൾ 2 വയ്ക്കുന്നു. 4 3 3 4 2. ഇനി നമ്മൾ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നു. 1ൻ്റെ ഫ്രീക്വൻസി 1 ആൾറെഡി റിമൂവ് ആയി, അതുകൊണ്ട് അതിനെ 0 ആക്കുന്നു. ദെൻ 2ൻ്റെ ഫ്രീക്വൻസി ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ്, അതിൻ്റെ ഫ്രീക്വൻസി 1. 3യുടേത് 3 തന്നെയാണ്.
4 2 ബാക്കിയില്ല 0. ഇൻഡെക്സ് പൊസിഷൻ 3, 2 ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് 2, അതിൻ്റെ 12, ദെൻ 3 1 തന്നെയാണ്, 4 9, സോറി 1 ഫ്രീക്വൻസി 0 ആണ്, 1 റിമൂവ് ആയത്, 1 പൊസിഷൻ 0 ആണ്. ദെൻ ബാക്കിയെല്ലാം 0. അടുത്ത് വരുന്ന പേജ് 1 ആണ്. 1 ഇതിനകത്തില്ല, അപ്പോൾ അത് വീണ്ടും ഒരു ഫോൾട്ടാണ്. ഇതിൽ 3 4 2 ആരാണ് ഏറ്റവും ലോവസ്റ്റ്? 3 4 2. 3 3 തന്നെയാണ് ഫ്രീക്വൻസി, 4 2, 2 1. അപ്പോൾ നമ്മൾ 2 റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നമ്മൾ 1 പ്ലേസ് ചെയ്തു. 1 4 3 1 വരുന്നു, 2 0 ആവുന്നു, 3 3 തന്നെയാണ്, 4 2 0. ഇനി പൊസിഷൻ 13, 1 പൊസിഷൻ 13, 1 പുതുതായിട്ട് ഇൻസേർട്ട് ആയതാണ്. 2 പൊസിഷൻ 0, 1 2 റിമൂവ് ചെയ്തിരിക്കുന്നത്, ബാക്കി അതുപോലെ റീറ്റെയിൻ ചെയ്യുന്നു. അടുത്ത് വരുന്ന പേജ് 4 ആണ്. 4 ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്, അതൊരു ഹിറ്റാണ്, ഹിറ്റ്. ദെൻ 3 4 1 3 4 1 1 ഫ്രീക്വൻസി 1 തന്നെയാണ്, 0 3 3, 4 ഫ്രീക്വൻസി 3 ആവുന്നു. 4 ആണ് പുതിയതായിട്ട് വന്ന 4 ആണ്, അത് ഓൾറെഡി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ ജസ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്താൽ മാത്രം മതി. 1 9 0 0. അടുത്ത പേജ് 5 ആണ്. 5 ഇതിനകത്തില്ലതുകൊണ്ട് ഫോൾട്ടാണ്. ദെൻ ഈ 3 4 1 ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 റീപ്ലേസ് ചെയ്ത് അവിടെ നമ്മൾ 5 പ്ലേസ് ചെയ്യുന്നു, 4 3. ഇപ്പോൾ 1 റീപ്ലേസ് ചെയ്തു. ദെൻ അടുത്ത് വരുന്നത് 5 ആണ്. നമ്മൾ പറയുന്നത് 3 4 അവിടെ തന്നെ ഉണ്ട്, 5 ഫ്രീക്വൻസി 1 ആയി. ഓക്കെ, ഇനി 0 1 പൊസിഷൻ 0, 2 0, 3 1 4 9, 5 പൊസിഷൻ 15 ആണ്. അടുത്തത് 0. ദെൻ അടുത്ത് വരുന്ന പേജ് 2 ആണ്. 2 ഫോൾട്ടാണ്, 2 അതിൽ നമ്മൾ 3 4 5 ആരാണ്? 3 4 ഓൾറെഡി ഫ്രീക്വൻസി 3 നിൽക്കുന്നത്. ദെൻ 5 ഇപ്പോൾ പുതുതായിട്ട് വന്ന 5 നമ്മൾ റീപ്ലേസ് ചെയ്ത് അവിടെ നമ്മൾ 2 പ്ലേസ് ചെയ്യുന്നു, 4 3 0 1 3 3 0 0 0. 2 ഫ്രീ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 16 ആണ്, ബാക്കി അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. 5 0 ആകുന്നു. അടുത്ത് വരുന്ന പേജ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇല്ല, അത് ഫോൾട്ടാണ്. ദെൻ ഇതിൽ 3 4 2 ഏറ്റവും ലീസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 ആണ്, അല്ല 2 ആണ്. 3 4 2 ഏറ്റവും ലീസ്റ്റ് ഫ്രീക്വൻസി 2 ആണ്, മറ്റേ രണ്ടും 3 ആണ്. അപ്പോൾ ഈ 2 റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നമ്മൾ 1 പ്ലേസ് ചെയ്യുന്നു, 1 4 3. 1 ആണ് പുതിയതായിട്ട് വന്നത്, അതിൻ്റെ ഫ്രീക്വൻസി 1 ആയി. ദെൻ 2 നമ്മൾ റിമൂവ് ചെയ്തു, 0 ആയി, മറ്റേ രണ്ടും 3 തന്നെയാണ്. 1 ഇൻഡെക്സ് പൊസിഷൻ 17 അതിനകത്ത് വരുന്നു, 2 0 ആകുന്നു, 1 9 0 0. അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ഓൾറെഡി ഇതിനകത്ത് ഉണ്ട്, അപ്പോൾ അതൊരു ഹിറ്റാണ് വന്നിരിക്കുന്നത്, പേജ് ഹിറ്റ് 3 4 1 അത്ര. ദെൻ 3 ആയതുകൊണ്ട് 3 നമ്മൾ ഫ്രീക്വൻസി 1 കൂട്ടുന്നു, 3 4 ആയിരുന്നു, 4 3
0 പൊസിഷനിൽ മാറ്റമൊന്നുമില്ല, കാരണം അത് ഓൾറെഡി ഉള്ള പേജാണ് വന്നത്. അതുകൊണ്ട് ഫ്രീക്വൻസിയിൽ മാത്രമേ ചേഞ്ച് വരുള്ളൂ, പൊസിഷനിൽ മാറ്റമില്ല. അടുത്ത് വരുന്നത് 4 ആണ്. 4ഉം ഇതിനകത്തുണ്ട്, ഹിറ്റാണ്. ദെൻ 3 4 1. അപ്പോൾ നമ്മൾ 4 ആണ് വന്നത്, അതിൻ്റെ ഫ്രീക്വൻസി 1 കൂടുന്നു, ബാക്കിയില്ല അതുപോലെ തന്നെ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പേജ് ഫോൾട്ട് 12 ഫോൾട്ട് ഇതിനകത്ത് കാണും. ദെൻ അതിൻ്റെ ഹിറ്റ് റേഷ്യോ വന്നത് 1 മൈനസ് ഫോൾട്ട്സ് ഡിവൈഡഡ് ബൈ 19 മൈനസ് 12 ഡിവൈഡഡ് ബൈ 19 മൈനസ് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7/19 വരുന്നു, 0.37 എന്നാണ് ഹിറ്റ് റേഷ്യോ വരെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പേജ് റീപ്ലേസ്മെൻറ്റ് കഴിയുമ്പോൾ നമ്മുടെ അനാലിസിസ് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഫ്രെയിം ഇരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാം എഴുതി നോക്കാം. ഇതിൻ്റെ പ്രോഗ്രാം ചെറിയൊരു അഡീഷൻ ഉണ്ട് ഇതിനകത്ത്. കാരണം അതിനകത്ത് നേരത്തെ ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഫ്രീക്വൻസിയും നമ്മൾ സ്റ്റോർ ചെയ്യണം, പിന്നെ പേജിൻ്റെ പൊസിഷനും കൂടെ സ്റ്റോർ ചെയ്യണം. ബാക്കി വർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് മറ്റേത് തന്നെയാണ്. ഫിഫോയും LRUം പോലെ തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ മെത്തേഡിൽ മാത്രമേ ചെറിയൊരു മാറ്റമുള്ളൂ. കാരണം നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി ആയിട്ടുള്ള പേജ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ദെൻ അതിൻ്റെ പൊസിഷനും കണ്ടുപിടിക്കും. പൊസിഷൻ കണ്ടുപിടിക്കേണ്ട എപ്പോഴെന്ന് പറഞ്ഞാൽ സെയിമായിട്ട് 2 പേജുകൾ തമ്മിലുള്ള ഫ്രീക്വൻസി സെയിമായിട്ട് വരികയാണെങ്കിൽ മാത്രമേ അതിൻ്റെ പൊസിഷൻ എടുക്കേണ്ട കാര്യമുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസിയുള്ള പേജിനെ അങ്ങ് റിമൂവ് ചെയ്തിട്ട് പുതിയ പേജിനാണ് അങ്ങ് പ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. എന്തായാലും ഞാനിതിൻ്റെ പ്രോഗ്രാം എഴുതി കാണിച്ചു തരാം. കഴിയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. LFU.c എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഒരു ഹെഡറിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ബാക്കി നമ്മൾ LRUവിൽ ഫിഫോയിലും ചെയ്തതുപോലെ നമ്മൾ റെഫറൻസ് സ്ട്രിങ് റീഡ് ചെയ്യുക. ഫ്രെയിമിനകത്തുള്ള വാല്യൂസ് എല്ലാം നമ്മൾ ഇവിടെ ഇനിഷ്യലി നമ്മൾ എല്ലാം -1 ആക്കി വയ്ക്കും പോലെ ചെയ്യുക. ഇത്രയും 2 പ്രോസസ്സ് എല്ലാ പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതത്തിലും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു പേജ് റെഫറൻസിന് ഒരു റെഫറൻസ് സ്ട്രിങ്ങിന് പേജസിൻ്റെ ഒരു അറേ വേണം. ദെൻ ഫ്രെയിംസിൻ്റെ ഒരു അറേ വേണം. ദെൻ അതിൻ്റെ പേജിൻ്റെ കൗണ്ടിന് നമ്പർ ഓഫ് പേജസിൻ്റെ ഒരു വേരിയബിൾ വേണം. ഫ്രെയിമിന് നമ്പർ ഓഫ് ഫ്രെയിംസ് എന്നുള്ള വേരിയബിളും വേണം. പിന്നെ നമുക്ക് 2 സ്ട്രക്ചറുണ്ട്, 2 ഡാറ്റാ സ്ട്രക്ചേഴ്സ് ഉണ്ട്, 2 അറേയ്സാണ്, ഒന്ന് ഫ്രീക്വൻസിയും ഒന്ന് പൊസിഷനും. ഇപ്പോൾ ഇത്രയും അറേയ്സും വേരിയബിൾസും നമുക്കൊന്ന് ഡിക്ലെയർ ചെയ്ത് വയ്ക്കാം. അറേയ്സ് പേജസിന് ഒരു അറേ വേണം. അത് ഞാനൊരു 100 ഇനിഷ്യലി വയ്ക്കുന്നു. ദെൻ ഫ്രെയിംസിന് ഞാനൊരു 10 നമ്പേഴ്സ് വയ്ക്കുന്നു. ദെൻ ഫ്രീക്വൻസിക്ക് എന്ന് പറഞ്ഞാൽ അതിനും ഞാനൊരു 100 അറേയ്സ് 100 ലൊക്കേഷൻസ് വയ്ക്കുന്നു. നമ്മൾ ഇനിഷ്യലി ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള എല്ലാ വാല്യൂസിനും 0 ആക്കി വയ്ക്കുക. മനസ്സിലായില്ലേ? അതിനകത്തുള്ള എല്ലാ വാല്യൂസും 0 ആക്കി വയ്ക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് 0 ആക്കാൻ വേണ്ടി നമ്മൾ ഇനിഷ്യൽ വാല്യൂ ഒരു ഫീൽഡിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫീൽഡ് ഒരു ലൊക്കേഷന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ്റെ വാല്യൂ നമ്മൾ ഈ പറയുന്ന ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുന്ന വാല്യൂ വരികയും ബാക്കിയുള്ള വാല്യൂസും 0 ആവുകയും ചെയ്യും. അപ്പോൾ നമുക്കെല്ലാം 0 ആക്കണമെങ്കിൽ ഫസ്റ്റ് ലൊക്കേഷൻ്റെ വാല്യൂ 0 മാത്രം കൊടുത്താൽ മതി, ബാക്കി ഓട്ടോമാറ്റിക്കലി 0 ആയിപ്പോയിക്കോളും. ദെൻ അടുത്തത് നമുക്ക് പൊസിഷൻ, ഫ്രീക്വൻസി ആയി ദെൻ പൊസിഷൻ, അതും 100 ലൊക്കേഷൻസ് ഉള്ള
100 തന്നെ വേണമെന്നൊന്നുമില്ല, ഞാനിപ്പോൾ 100 കൊടുക്കുന്നതേ ഉള്ളൂ. അതിനും എല്ലാ വാല്യൂസും 0 ആക്കുന്നു. ദെൻ നമ്പർ ഓഫ് പേജസ്, നമ്പർ ഓഫ് ഫ്രെയിംസ്, പിന്നെ നമ്മൾ 2 വേരിയബിൾസ് നമ്മൾ ലൂപ്പ് കൺട്രോളിങ് വേരിയബിളായ ഐയും ജെയും ഇത്രയും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ബാക്കി നമുക്ക് വേണമുള്ള സമയത്ത് നമുക്ക് റീഡിക്ലെയർ ചെയ്ത് പോവാം. ഇനി നമ്മൾ നമ്പർ ഓഫ് പേജസ് റീഡ് ചെയ്യാം. നമ്മൾ മെസ്സേജ് കൊടുക്കുക, ടോട്ടൽ പേജസ്. നമ്മൾ റഫറൻസ് സ്ട്രിങ് എത്ര റഫറൻസ് സ്ട്രിങ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്പർ ഓഫ് പേജസ് കൊടുക്കുന്നത്. അത് നമ്മൾ സ്കാൻ ചെയ്യുക. %d %NOP കൊടുക്കുക. ഇനി നമ്മൾ പേജസ് റീഡ് ചെയ്യുക. 1 by 1 ആയിട്ട് ഓരോ പേജസും റീഡ് ചെയ്യുക. നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ വാല്യൂസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഴുതുക. അപ്പോൾ ഇത്രയും വാല്യൂസ് NOP എത്രയാണോ കൊടുക്കുന്നത് അത്രയും നമ്പർ ഓഫ് വാല്യൂസാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അത്രയും റീഡ് ചെയ്യാനുള്ളത് കൊണ്ട് ഫോർ ലൂപ്പ് എഴുതുക. അപ്പോൾ I ആൾറെഡി ഉണ്ട്. for I = 1, I less than or equal to I less than or equal to NOP, then I increment ചെയ്യുക, അതിനെ റീഡ് ചെയ്യുക. നമ്മൾ പേജസ് എന്ന് പറഞ്ഞാൽ അറയിലായിട്ടാണ് ഫില്ല് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പേ കൊണ്ടുവന്നിട്ട് ഒരു മെസ്സേജ് കൊടുക്കുക, എൻ്റർ പേജസ്. നെക്സ്റ്റ് ലൈൻ മുതൽ റീഡ് ചെയ്യാം. അപ്പോൾ പേജസ് റീഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഫ്രെയിംസിന് നമ്മൾ ആൾറെഡി ഫ്രെയിംസിന് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫ്രെയിംസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് റാൻഡം വാല്യൂ ആണ് ഇരിക്കുന്നത്, ഗാർബേജ് വാല്യൂ ആണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ എല്ലാം മൈനസ് ഉണ്ടാക്കണം. നമ്മളിവിടെ എല്ലാ ഫീൽഡും മൈനസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ -1 കൊടുത്താൽ പോരാ. -1 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൊക്കേഷനിലിരിക്കുന്ന വാല്യൂ മാത്രം -1, ബാക്കിയെല്ലാം 0 ആയിപ്പോകും. അപ്പോൾ നമുക്ക് എല്ലാം -1 കൊണ്ടുവരണമെങ്കിൽ ഓരോ ഫീൽഡും -1 ആയിട്ട് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. 0 ആക്കാനാണ് നമ്മൾ ഫസ്റ്റ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം ഇൻഡെക്സ് ലൊക്കേഷനിലിരിക്കുന്ന വാല്യൂസും 0 ആയിപ്പോകും. അപ്പോൾ ഇവിടെ നമ്മൾ -1 കൊണ്ടുവരിക. അപ്പോൾ അതിന് I = 1, I less than or equal to number of frames. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ഫ്രെയിംസ് എത്രയാണെന്ന് റീഡ് ചെയ്യാം. enter total frames. അത് സ്കാൻ ചെയ്യുക. നമ്പർ ഓഫ് ഫ്രെയിംസ് റീഡ് ചെയ്യാം. I++. അതിന് നമ്മൾ അതിന് എല്ലാ വാല്യൂസിനെയും നമ്മൾ 0 ആക്കുക. അതിന് നമ്മൾ ഫ്രെയിംസ് ഓരോ ഇൻഡെക്സ് പൊസിഷനിലെ വാല്യൂ -1 കൊടുക്കുക. അപ്പോൾ ഈ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യണ സമയത്ത് അതിനകത്തിരിക്കുന്ന എല്ലാ ഫ്രെയിംസിൻ്റെയും വാല്യൂ -1 ആയി മാറും. അപ്പോൾ ഇത്രയാണ് ഇനിഷ്യലി നമ്മൾ ചെയ്യേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് പേജസ് എത്രയാണെന്ന് റീഡ് ചെയ്യുന്നു. ദെൻ ഓരോ പേജസിനെയും എൻ്റെ വാല്യൂ റഫറൻസ് സ്ട്രിങ് നമ്മൾ റീഡ് ചെയ്യുന്നു. ദെൻ നമ്പർ ഓഫ് ഫ്രെയിംസ് എത്രയാണെന്ന് പറഞ്ഞിട്ട് അതിനകത്തിരിക്കുന്ന എല്ലാ ഫ്രെയിമിൻ്റെയും വാല്യൂസ് -1 ആക്കി വയ്ക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇനിയാണ് നമ്മൾ അൽഗോരിതത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പേജിലേക്കും പോയിട്ട് ഓരോ പേജും എടുത്തിട്ട് ആ പേജ് ഇതിനകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ അതിനകത്തോട്ട് പ്ലേസ് ചെയ്യുക. അതാദ്യം ചെയ്യുക. അപ്പോൾ ഓരോ പേജും എടുക്കണം. പേജ് എടുക്കുന്ന എത്രയും നമ്പർ ഓഫ് പേജസ് ഉണ്ടോ അത്രയും ടൈംസ് ആ ലൂപ്പ് പോകേണ്ടതാണ്. അപ്പോൾ അത് ഫോർ ലൂപ്പ് എഴുതുക. അപ്പോൾ I = 1, I less than or equal to number of pages, then I++. നമ്മൾ ഫസ്റ്റ് ലൂപ്പ്. ദെൻ അടുത്ത് നമുക്ക് പോകേണ്ടത് ഒരു പേജും എടുത്തിട്ട് ഇനി ഫ്രെയിമിനകത്തോട്ട് ചെക്ക് ചെയ്യണം. ഫ്രെയിമും മോർ ദാൻ ഉള്ളതുകൊണ്ട് അടുത്തൊരു ലൂപ്പ് കൂടെ എഴുതുക. for j എന്ന് പറയുന്ന ലൂപ്പ്
ഫ്രെയിമിന് യൂസ് ചെയ്യുന്നു. ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്രെയിംസ്, ദെൻ ജെ പ്ലസ് പ്ലസ് കൊടുക്കുന്നു. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രെയിം നമ്മൾ ആദ്യം മറ്റേ ഫിഫോയിലും എല്ലാറിലും ചെയ്തതുപോലെ ഈ ഇരിക്കുന്ന ഫ്രെയിമിൻ്റെ വാല്യൂ ഏതെങ്കിലും ഫ്രെയിം വേക്കൻ്റ് ആണെന്ന് നോക്കുക. ഫ്രെയിം വേക്കൻ്റ് ആണെന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്തിരിക്കുന്ന വാല്യൂ -1 ആണെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അത് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ വേക്കൻ്റ് ആണെങ്കിൽ വേക്കൻ്റ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രെയിമിലിരിക്കുന്ന വാല്യൂ ഫ്രെയിംസ് ഡോട്ട് ജെ ഈക്വൽ ടു -1 ആണെന്ന് നോക്കുക. -1 ആണെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ആദ്യം ചെയ്യേണ്ടത് ഇവിടെ -1 ആണ് ഇരിക്കുന്നതെങ്കിൽ ആ പേജിനെ നമുക്ക് ഇതിനകത്ത് പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പേജിനെ നമ്മൾ ഫോൾട്ടാക്കി മാറ്റുന്നു. അപ്പോൾ നമുക്ക് ഫോൾട്ടിൻ്റെ ഒരു വേരിയബിളൂടെ വേണം, അതുകൂടെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക. ഫോൾട്ട് അത് നമ്മൾ ഇനിഷ്യലി 0 ആക്കി വയ്ക്കുന്നു. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഫോൾട്ടിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഫോൾട്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇനി ആ ഫ്രെയിമിലേക്ക് നമ്മളെ പേജിനെ എടുത്തങ്ങ് വയ്ക്കുക. ഫ്രെയിം ഡോട്ട് ജെത്ത് ഫ്രെയിമിലോട്ട് ആ പേജ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ith പേജാണ്. ith ലൂപ്പാണ് പേജിലേക്ക് പോകുന്നത്. ith ലൂപ്പിൽ ഇരിക്കുന്ന വാല്യൂവിനെടുത്ത് വയ്ക്കുന്നു. ആ പേജിനെ നമ്മൾ ആ ഫ്രെയിമിനകത്തോട്ട് ഉൾക്കൊള്ളിക്കുക. പേജ് ആണ്. ആ പേജ് ഫ്രെയിമിലേക്ക് മാറി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു പേജ് ഒരു ഫ്രെയിമിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 7 ആണ് വരുന്നതെങ്കിൽ 7 നമ്മൾ ആ ഫ്രെയിമിലേക്ക് മാറ്റി. കാരണം ബ്ലാങ്ക് ഫ്രെയിമാണെങ്കിൽ ആ ഫ്രെയിമിലേക്ക് മാറ്റി. ദെൻ അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ ഇരിക്കുന്നതിന് 1 ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അതാണ് അടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ആ ഫ്രെയിം ഏത് ഫ്രെയിമാണ് ഏത് പേജാണെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മളിങ്ങനെ പേജസ് ഓഫ് ആയി അതിന് 1 ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ്പം പേജസ് ഓഫ് ഐ എന്നുള്ളത് നമുക്കിപ്പോൾ 7 ആണ്. 7 അപ്പോൾ ആ ഫ്രെയിമിൻ്റെ ആ പേജിൻ്റെ ഫ്രീക്വൻസി അത് അങ്ങ് ചേഞ്ച് ആവും, ഇൻക്രിമെൻ്റ് ആവും. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രീക്വൻസി ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പൊസിഷൻ ആ പേജിൻ്റെ പൊസിഷനിൽ ആ പേജിൻ്റെ ഇൻഡെക്സ് വാല്യൂ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇത് പൊസിഷൻ എന്നുള്ളൊരു അറേ ഉണ്ട്. പൊസിഷൻ ഏത് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആ പേജ് ഓഫ് ഐയുടെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കറണ്ട് പൊസിഷനെ അതിനകത്തോട്ട് പ്ലേസ് ചെയ്യുക. നമ്മളിപ്പോൾ പേജിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഐയിലാണ് പേജ് ഇരിക്കുന്നത്. ഈ ഐയുടെ വാല്യൂ ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഐ ഇനിഷ്യലി നമ്മൾ 1 ആയതുകൊണ്ട് ആ 1 ഇവിടെ അങ്ങ് വരും. ഇതാണ് പൊസിഷൻ ഓഫ് പേജ് ഐ എന്ന് പറഞ്ഞാൽ 7. ഇപ്പോൾ പേജ് 2 ആണെങ്കിൽ പൊസിഷൻ ഓഫ് പേജ് ഈ വാല്യൂ ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ പൊസിഷൻ വാല്യൂ അവിടേക്ക് വരുന്നു. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. ഇത് നമ്മുടെ ഫ്രെയിം empty ആണെങ്കിൽ. ഇനി ഫ്രെയിം empty അല്ല, ഫ്രെയിമിലിരിക്കുന്നത് empty അല്ല എങ്കിൽ അടുത്ത ഫ്രെയിമിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ ഇത് കഴിഞ്ഞാൽ അടുത്ത ഫ്രെയിം എടുക്കുന്നു. അവിടെ -1 നോക്കും. അങ്ങനെ എല്ലാ ഫ്രെയിമും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത ഒരു പേജ് ഹിറ്റാണ് വരുന്നത്. അപ്പോൾ ആ പേജ് ഹിറ്റിന് മുമ്പ് നമുക്ക് അടുത്തൊരു കണ്ടീഷൻ കൂടെ ചെക്ക് ചെയ്യാനുണ്ട്. ഈ ഇരിക്കുന്ന ഫ്രെയിമിൽ ഏതെങ്കിലും പേജ് ഹിറ്റല്ല, പേജ് ഫാൾട്ട്, ഇരിക്കുന്ന പേജിൽ ഏതെങ്കിലും സെയിം പേജ് ഹിറ്റ് ഉണ്ടോയെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഫ്രെയിം empty അല്ല എങ്കിൽ ഇഫ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫ്രെയിമിലിരിക്കുന്ന വാല്യൂ പേജ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ സെയിം പേജ് ആണോ എന്ന് നോക്കാം, അതൊരു പേജ് ഹിറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എം ടി ആണോ എന്ന് നോക്കും. എം ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു പേജ് അതിനകത്ത് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഫ്രെയിമിനകത്ത് ഏതെങ്കിലും ഒരു ഫ്രെയിമിനകത്ത് ആ പേജ് ഉണ്ടോ എന്ന്, അതായത് പേജ് ഹിറ്റാണോ എന്നാണ് നോക്കുന്നത്. അങ്ങനെ ഒരു പേജ് ഹിറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ ഒരു പേജ് ഹിറ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പേജ് 0 ആണ് വന്നത്. അപ്പോൾ 0യുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 നേരെ അങ്ങ് അഡ്വാൻസ് ചെയ്യുന്നത്. അതാണ് പേജ് ഹിറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹിറ്റാണ് വന്നിരിക്കുന്നത്. ആ പേജിൻ്റെ ഫ്രീക്വൻസി അങ്ങ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫ്രീക്വൻസി ഓഫ് പേജ്, ആ പേജിൻ്റെ ഫ്രീക്വൻസി അതിനെ അങ്ങ് ഇൻക്രീസ് ചെയ്യുക. ഇത്രയും മാത്രമേ ഉള്ളൂ. അത് ഹിറ്റിന് അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ ഫ്രെയിമും എടുത്തിട്ട് ആ പേജ് അതിനകത്ത് ആ ഫ്രെയിം ആദ്യം എം ടി ആണോ നോക്കും. ഫ്രെയിം എം ടി അല്ലെങ്കിൽ ആ സെയിം പേജാണോ അതിനകത്തിരിക്കുന്നത്, പേജ് ഹിറ്റ് ഉണ്ടോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ അടുത്ത ഫ്രെയിം നോക്കും, ഈ സെയിം പേജ് അവിടെ ഇരിപ്പുണ്ടോ എന്ന് നോക്കും. അല്ലെങ്കിൽ ആദ്യം എം ടി ആണെന്ന് നോക്കും. എം ടി അല്ലെങ്കിൽ ഈ സെയിം പേജാണോ ഇതിനകത്തിരിക്കുന്നത് നോക്കും. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് ഇതിനുള്ളിൽ ആദ്യം നടക്കുന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാ ഫ്രെയിമും നോക്കി, ഫ്രെയിം ഒന്നും എം ഡി അല്ല, സെയിം ഈക്വലൻ്റ് പേജും അല്ല എങ്കിൽ നമ്മൾ നടക്കുന്നത് പിന്നൊരു പേജ് ഫോൾട്ടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 701 ആദ്യത്തെ 3 പേജും ഇതിനകത്ത് പ്ലേസ് ചെയ്തു. പിന്നെ വരുന്നത് 2 ആണ്. ആ 2 എന്ന് പറയുന്നത് ഇതിനകത്ത് ആദ്യം നോക്കും, അത് എം ഡി ആണോ നോക്കും. അല്ലെങ്കിൽ ആ 2 ആണോ ഇവിടെ ഇരിക്കണമെന്ന് നോക്കും. അല്ല എങ്കിൽ അടുത്ത പേജ് എടുക്കും, അത് എം ഡി ആണെന്ന് നോക്കും. അല്ലെങ്കിൽ ഈ 2 എന്ന് പറയുന്ന പേജാണ് ഇവിടെ ഇരിക്കുന്നത് നോക്കും. ഇല്ല എങ്കിൽ അടുത്ത പേജ് എടുക്കും, അത് എം ഡി ആണെന്ന് നോക്കും. ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്തിട്ട് ഇരിക്കുന്നത് ഈ സെയിം പേജാണെന്ന് നോക്കും. അതും അല്ല എങ്കിൽ നമ്മുടെ ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇത് എപ്പോഴെങ്കിലും സെയിം ഈ എം ടിയോ സെയിമോ ആണെങ്കിൽ ഇത് ബ്രേക്ക് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ബ്രേക്ക് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജെ ലൂപ്പ് ബ്രേക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ ജെയുടെ വാല്യൂ എപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്രെയിം ആയിരിക്കും പോകുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും അത് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഫ്രെയിം ആണെങ്കിൽ ഈ ലൂപ്പ് ഇതിനകത്ത് ഒരിക്കലും ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 കണ്ടീഷനിലും കയറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫ്രെയിം എം ഡി അല്ല, ഒരു ഫ്രെയിമും എം ഡി അല്ല, ഈക്വൽ സെയിം പേജും ഇല്ല എന്ന് പറഞ്ഞാൽ ഇതൊരു പേജ് ഫോൾട്ട് എന്നാണ് മീനിങ്. അപ്പോൾ ഈ ലൂപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു പോയാൽ, ബ്രേക്ക് ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്ത് പോയാൽ ജെയുടെ വാല്യൂ ലിമിറ്റിൻ്റെ തൊട്ടടുത്ത വാല്യൂ ആയിരിക്കും. നമ്മളിവിടെ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് ജെയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്രെയിംസ് വരെയാണ് പോകാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രേക്ക് ഇല്ലാതെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തേക്ക്. അത് നമ്പർ ഓഫ് ഫ്രെയിം 3 ആണെങ്കിൽ 3യേക്കാൾ 1 കൂടുതലായിരിക്കും ജെ. അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ ഫെയിൽ ആവുകയും ലൂപ്പിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ലൂപ്പിൽ നിന്ന് ആ ലൂപ്പ് ഫുൾ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് പുറത്ത് പോകുന്നതെങ്കിൽ ജെയുടെ വാല്യൂ നമ്പർ ഓഫ് ഫ്രെയിമിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇതും ഒരു ഫോൾട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഫോൾട്ടിനെ ഇൻക്രീസ് ചെയ്യുക. മനസ്സിലായില്ലേ? ഫോൾട്ട് ഒന്ന് ഇൻക്രീസ് ചെയ്യുക. ഇനിയാണ് നമ്മുടെ പ്രോസസ്സ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു പേജ് ഫോൾട്ട്, ഇത് ഈ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 701 3 ഫ്രെയിമിലും ഉണ്ട്. പിന്നെ വരുന്ന പേജ് 2 ആണ്. അപ്പോൾ 2 വന്നു കഴിഞ്ഞാൽ നോർമലി ഇതിനകത്തെല്ലാം ഫുള്ള് ചെക്ക് ചെയ്യും. എം ടി ആണെന്ന് നോക്കും. സെയിം 2 ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഇല്ല എങ്കിൽ ഇതൊരു പേജ് ഫോൾട്ടാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലെ ലോവസ്റ്റ് ഫ്രീക്വൻസി ഉള്ള പേജ് ഏതാണെന്ന് കണ്ടുപിടിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 3 ഫ്രെയിമും ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 0, 1, 7 ഈ 3നും സെയിം ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി ഉള്ള പേജ് ഏതാണെന്ന് നോക്കാം. ആ പേജിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പുതിയ പേജിനെ അവിടെ റീപ്ലേസ് ചെയ്ത്, ആ പേജിനെ ഫ്രെയിമിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ടാണ് ആ പുതിയ പേജിനെ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത് ചെയ്യേണ്ട പറയുന്നത് ഫ്രീക്വൻസി ഏറ്റവും കുറഞ്ഞ പേജുള്ള ഫ്രെയിം ഏതാണെന്ന് കണ്ടുപിടിക്കുകയാണ് അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ നിലവിൽ ഒരു വേരിയബിൾ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യാണ്, ഇൻറ്റിജർ വേരിയബിൾ. അത് ലീസ്റ്റ് ഫ്രീക്വൻസി ആയിട്ടുള്ളൊരു വേരിയബിളാണ്. അവിടെ ഞാൻ ചെയ്യണമെന്ന് ഫസ്റ്റ് ഫ്രെയിമിനെ എടുത്ത് ഈ ഫസ്റ്റ് ഫ്രെയിമിൻ്റെ എൻ്റെ ഫ്രീക്വൻസി എടുത്താണ് ആ ഫ്രെയിമിന് ലീസ്റ്റ് ഫ്രീക്വൻറ്റ് പേജുള്ള ഫ്രെയിമാണെന്ന് ഞാൻ കൺസിഡർ ചെയ്യാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ഫ്രെയിംസ് 1, ഫസ്റ്റ് ഫ്രെയിമിലിരിക്കുന്ന പേജിൻ്റെ ഫ്രീക്വൻസി ആണ് ഏറ്റവും ലോവസ്റ്റ് എന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫ്രെയിമിലിരിക്കുന്ന പേജ് എന്ന് 7ൻ്റെ ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 ആണ്. അതിനെ ഞാൻ ലീസ്റ്റ് ഫ്രീക്വൻസി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓരോ പേജും എടുത്തിട്ട് ഫ്രെയിമിലിരിക്കുന്ന ഓരോ പേജും എടുത്തിട്ട് ആ നമ്മളിപ്പോൾ അസ്യൂം ചെയ്തേക്കുന്ന ലീസ്റ്റ് ഫ്രീക്വൻസിയേക്കാൾ ചെറുതാണോ ഈക്വലാണോ എന്ന് നോക്കുന്നു. ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഒരേ ഫ്രീക്വൻസിയുള്ള ലീസ്റ്റ് ഫ്രീക്വൻസിയുള്ള ഒന്നിൽ കൂടുതൽ പേജസ് ഉണ്ടെങ്കിൽ അതിൽ ആദ്യം വന്ന ആളിനെ റീപ്ലേസ് ചെയ്തിട്ട് ആ പേജിനെ റീപ്ലേസ് ചെയ്തിട്ട് ആ ഫ്രെയിമിലേക്ക് നമ്മൾ പുതുതായിട്ട് വരുന്ന പേജിനെ ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ അൽഗോരിതം ചെയ്യുന്നത്. അപ്പം നമുക്ക് 2 കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന്, ഈ ഇരിക്കുന്ന ഫ്രീക്വൻസി ലീസ്റ്റ് ഫ്രീക്വൻസി ഉള്ള പേജിനേക്കാൾ ചെറിയ പേജ് ഫ്രീക്വൻസി ഉള്ള പേജസ് ഈ ഫ്രെയിമിനുള്ളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇഫ്, അപ്പോൾ ഇവിടെ ഫോർ ലൂപ്പ് എഴുതണം. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിലിരിക്കുന്നതിനെടുത്ത് ആൾറെഡി ലീസ്റ്റ് ഫ്രീക്വൻസി എന്ന് വെച്ചു. ഇനി അടുത്ത് നെക്സ്റ്റ് ഫ്രെയിമിൽ ഇപ്പോൾ 1-ലിരിക്കുന്നതിനെടുത്ത് വെച്ചു, അടുത്ത് 2-ലിരിക്കുന്നതിനെ തുടങ്ങേണ്ടത്. അപ്പം ഞാൻ വേരിയബിളിനെ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് 2 എന്ന് തുടങ്ങി j<= നമ്പർ ഓഫ് ഫ്രെയിം വരെയാണ് പോകേണ്ടത്. എന്നിട്ട് j++ ചെയ്യുക. ഇനി ഞാൻ ഇവിടെ ചെക്ക് ചെയ്യുന്നു ഇഫ് ആദ്യം ചെയ്യുന്ന ഐഡൻറ്റിക്കൽ ആണോ, രണ്ടും സെയിം ആണോ എന്നാണ് നോക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഒന്നാമത്തെ ഫ്രെയിമിൻ്റെ ഫ്രീക്വൻസിയും ഒന്നാമത്തെ ഫ്രെയിമിലിരിക്കുന്ന പേജിൻ്റെ ഫ്രീക്വൻസിയും രണ്ടാമത്തെ പേജിലിരിക്കുന്ന ഫ്രെയിമിൻ്റെ ഫ്രീക്വൻസിയും സെയിം ആണോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ സെയിം ആണെങ്കിൽ 2 ഫ്രെയിമും ഈക്വൽ ആണെന്നാണ്, 2 പേജസിൻ്റെയും ഫ്രീക്വൻസി ഈക്വൽ ആണെന്നാണ് മീനിങ്. ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനകത്തുള്ള ഏറ്റവും ലോവസ്റ്റിൻ്റെ ഏറ്റവും ആദ്യം വന്ന പേജ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 2 പേജിൻ്റെ ഫ്രീക്വൻസി ഈക്വൽ ആണെങ്കിൽ അതിൽ ആദ്യം വന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഫ്രീക്വൻസി ഓഫ് ഫ്രെയിംസ് j, അതായത് സെക്കൻഡ് ഫ്രെയിമിലിരിക്കുന്ന പേജിൻ്റെ ഫ്രീക്വൻസി ഇപ്പോൾ ഇരിക്കുന്ന നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ലീസ്റ്റ് ഫ്രീക്വൻസിയായിട്ട് ഈക്വൽ ആണോ എന്ന് നോക്കും. ആണെങ്കിൽ ഞാനിവിടെ ഒരു വേരിയബിൾ സിമിലർ പേജസ് എന്നാണ്, സിമിലർ പേജസ് ഉണ്ടെന്നാണ് ഇതിൻ്റെ മീനിങ്. ഒരേ ഫ്രീക്വൻസിയുള്ള പേജസ് ഉണ്ടെന്നാണ്. അപ്പം ഞാൻ സിമിലർ എന്ന് പറഞ്ഞ വേരിയബിളിന് ഇപ്പോൾ ഇനിഷ്യലി സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേജിനെ ഞാൻ ഇവിടെ ലീസ്റ്റ് ഫ്രീക്വൻസി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് ഞാൻ അങ്ങ് സെറ്റ് ചെയ്യുക. ആ സിമിലാരിറ്റി ഉള്ള ഒരു പേജാണെങ്കിൽ അടുത്ത് ഒന്നുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആ സിമിലറിനെ ഞാൻ അങ്ങ് ഇൻക്രിമെൻ്റ് ചെയ്യും. സിമിലർ പേജ് 1-ൽ കൂടുതലായി. ഇപ്പോൾ ഫസ്റ്റ് പേജിന് ഞാൻ സിമിലർ പേജായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് 1 ആണ്. അപ്പോൾ മോർ ദാൻ 1 ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സിമിലർ പേജിലുള്ളത് മോർ ദാൻ 1 ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ സിമിലർ എന്ന് പറയുന്നത് 1 ആക്കി വയ്ക്കുന്നു, തന്നെ അതിനെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഇനി അതല്ല എങ്കിൽ അടുത്ത് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ if frequency of frames of j അതിൻ്റെ ഫ്രീക്വൻസി ഇപ്പോൾ ഇരിക്കുന്ന ലീസ്റ്റിനേക്കാൾ ചെറുതാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ലീസ്റ്റ് അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ ഏറ്റവും ലീസ്റ്റ് ഫ്രീക്വൻസി ആണെന്നാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അതാവണമെന്നില്ല. സെക്കൻഡ് ഫ്രെയിമിൽ ഇരിക്കുന്ന ഇപ്പോൾ ഫസ്റ്റിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രെയിമിലിരിക്കുന്ന ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്രെയിമിലിരിക്കുന്നതിന് ഫ്രീക്വൻസി 2ഉം തൊട്ടടുത്തിരിക്കുന്നതിൻ്റെ ഫ്രീക്വൻസി 1ഉമാണ്. അപ്പോൾ നമുക്കൊരിക്കലും അതങ്ങനെ ആദ്യം ഇരിക്കുന്നതിൻ്റെ ലീസ്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നെക്സ്റ്റ് ഇരിക്കുന്ന
പേജിൻ്റെ ഫ്രീക്വൻസി ആദ്യം നമ്മൾ അസ്യൂം ചെയ്തതിനേക്കാൾ ചെറുതാണോ എന്നാണ് നോക്കുന്നത്. ചെറുതാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ലീസ്റ്റ് ഫ്രീക്വൻസിയെ ആ ഫ്രീക്വൻസി വെച്ച് റീപ്ലേസ് ചെയ്യാം. ഫ്രീക്വൻസി ഓഫ് ഫ്രെയിം ജെ വെച്ച് റീപ്ലേസ് ചെയ്യാം. ദെൻ അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം ഫസ്റ്റ് പേജ് ഫസ്റ്റ് ഫ്രെയിമിലിരിക്കുന്ന പേജ് ഫോർ എക്സാമ്പിൾ അതൊരു 5 ആണെന്ന്, 5ാമത്തെ പേജാണ്. അതിൻ്റെ ഫ്രീക്വൻസി എനിക്ക് 3 കിട്ടി. അതിൻ്റെ 1 കൂടുതൽ പേജും ഉണ്ടെന്ന് വെച്ചു. 2 ഫ്രെയിമിലായിട്ട് 2 ടൈമിലായിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുമുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ കൂടിക്കൊണ്ടേയിരിക്കും. ഇത് സിമിലാരിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിലും ചെറിയൊരു പേജ് വന്നു കഴിഞ്ഞാൽ അതിലൊരു ചെറുതൊരു പേജ് എന്ന് പറഞ്ഞാൽ സിമിലാർ, അതാണ് ഏറ്റവും ലീസ്റ്റ് ഫ്രീക്വൻസി. അതിൽ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ആക്കി വയ്ക്കാൻ വേണം. അപ്പം നമ്മൾ ഇതിനെ സിമിലാർ എന്ന് പറയുന്നത് 1 ആക്കും. റീസെറ്റ് ചെയ്ത് വയ്ക്കുക സിമിലാർ എന്ന് പറയുന്നത്. കാരണം പേജ് ലീസ്റ്റ് ഫ്രീക്വൻറ്റ് പേജ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ സിമിലാർ പേജ് എന്ന് പറയുന്നത് 1 ആക്കുക. കാരണം അതാണ് ഏറ്റവും ചെറുത്. അപ്പോൾ അതിൻ്റെ സിമിലർ എന്ന് പറഞ്ഞാൽ 1 ആക്കി റീസെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ 2 കണ്ടീഷനിൽ ചെയ്യേണ്ടത്. ഇനി നമ്മൾ അടുത്ത് വീണ്ടും ജെ ലൂപ്പ് ഇൻക്രിമെൻ്റ് ചെയ്യുക. ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ പുറത്തിറങ്ങി വന്നിട്ട് ഈ സിമിലർ പേജസ് മോർ ദാൻ ഉണ്ടോ എന്ന് നോക്കുക. നമ്മൾ ആദ്യമാണ് ചെയ്യേണ്ടത്. ഏറ്റവും ലീസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പേജ് ആണെന്ന് നോക്കുന്നു. എന്നിട്ട് അതിൽ സിമിലാരിറ്റി ഉള്ളത് മോർ ദാൻ ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സിമിലാർ ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. സിമിലാർ പേജസ് മോർ ദാൻ 1 ഉണ്ടെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് മെത്തേഡ് വേറെയാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമിലർ പേജസ് മോർ ദാൻ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിലാദ്യം വന്നത് ആര് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പം ഓരോന്നിൻ്റെയും ലൊക്കേഷൻ നമ്മൾ അറിയണം. അപ്പോൾ ഞാനൊരു ലൊക്കേഷൻ്റെ ഒരു വേരിയബിൾ ലൊക്കേഷൻ പേജിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം. ഇനീഷ്യലി 0 ആക്കി വയ്ക്കുന്നു. ഇനി ഓരോ ഫ്രെയിമിൽ ഇരിക്കുന്ന പേജസ് എടുക്കുക. ആ പേജസ് ലീസ്റ്റ് ഫ്രീക്വൻ്റ് ആണ്, സെയിം ആണോ എന്ന് നോക്കുക. അതായത് നമ്മൾ ഓരോ ഫ്രെയിമിലിരിക്കുന്ന പേജിൻ്റെ ഫ്രീക്വൻസി എടുത്തിട്ട് നമ്മൾ ഈ കണ്ടുപിടിച്ചതിന് ഏറ്റവും ലീസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പേജാണോ എന്ന് നോക്കുക. അതിന് ചെയ്യാൻ വേണ്ടി ഫോർ ജെ = 1 j > നമ്പർ ഓഫ് ഫ്രെയിംസ് j++. if frequency of frames j ഈക്വൽ ടു നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ലീസ്റ്റ് ഫ്രീക്വൻ്റ് ഫ്രെയിമാണെന്ന് നോക്കുക. ആ ലീസ്റ്റ് ഫ്രീക്വൻ്റ് ഫ്രെയിമാണോ ഈ ഇരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കണം. എങ്കിൽ ആ പേജ് നമുക്ക് കിട്ടി. എങ്കിൽ ആ പേജിൻ്റെ ലൊക്കേഷനാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. location is equal to frequency of location is equal to പൊസിഷൻ. ആ പേജിൻ്റെ ആ ഫ്രെയിമിലിരിക്കുന്ന പേജിൻ്റെ പൊസിഷനാണ് എടുക്കുന്നത്. ഫ്രെയിംസ് അത് നമ്മൾ ആൾറെഡി പൊസിഷൻ നമ്മൾ സേവ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ പൊസിഷൻ ചെയ്യുന്നുണ്ട്. ഓരോ ഫ്രെയിം വരുമ്പോഴും അതിൻ്റെ പൊസിഷൻ നമ്മൾ പ്ലേസ് ചെയ്ത് പോകുന്നുണ്ട്.
പൊസിഷൻ ഓഫ് ഫ്രെയിം j. എന്നിട്ട് നമ്മൾ ആ ഫ്രെയിമിൻ്റെ കൂടെ സേവ് ചെയ്ത് വയ്ക്കുക. കാരണം നമ്മൾ ഫ്രെയിമിൻ്റെ ഇൻഡെക്സ് വാല്യൂ നമ്മൾ അറിയണം. ഏത് ഫ്രെയിമിലാണ് ഇരുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. jth ഫ്രെയിമിലാണ് നമ്മളിരിക്കുന്നത്. അതിനെ ഞാനൊരു വേരിയബിളിലോട്ട് പ്ലേസ് ചെയ്യും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫ്രീക്വൻസി ഓഫ് ഫ്രെയിം j = ലീസ്റ്റ് ഫ്രീക്വൻസി ആണെങ്കിൽ അതാണ്. ഇതിൽ ആദ്യം വന്നത് ആരെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇരിക്കുന്ന ലൊക്കേഷനിലിരിക്കുന്ന വാല്യൂ കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് ലൊക്കേഷൻ ഗ്രേറ്റർ ദാൻ, ഇപ്പം കറൻ്റ്ലി ഇരിക്കുന്ന ലൊക്കേഷൻ പൊസിഷനിലിരിക്കുന്ന ഫ്രെയിമിൻ്റെ പേജിനേക്കാൾ വലുതാണോ നോക്കുക. വലുതാണെങ്കിൽ അതാണ് പുതിയ ലൊക്കേഷനായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ലൊക്കേഷൻ വലുതും അടുത്തിരിക്കുന്ന ഫ്രെയിമിൻ്റെ ലൊക്കേഷൻ്റെ വാല്യൂ ചെറുതുമാണെങ്കിൽ ആ ലൊക്കേഷനെ വേണം അതാണ് ആദ്യം വന്ന ആൾ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ അങ്ങ് പ്ലേസ് ചെയ്യും. മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു ഇനിഷ്യലി നമ്മൾ ലൊക്കേഷനെ 0 ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിഷ്യലി ലൊക്കേഷൻ 0 ആണെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഫ്രെയിമിൻ്റെ പൊസിഷൻ തന്നെയാണ് ലൊക്കേഷനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആ കണ്ടീഷൻ കൂടെ ചെക്ക് ചെയ്യുക. ലൊക്കേഷൻ = 0 ഓർ ഈ രണ്ട് കണ്ടീഷനിൽ ഇതാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇനി ഇത്രയാണ് നമുക്ക് ആ ഫോർ ലൂപ്പിനകത്ത് ചെയ്യാറുള്ളത്. സിമിലർ പേജസ് മോർ ദാൻ ഉണ്ടെങ്കിൽ ഇതുമാണ് ചെയ്യേണ്ടത്. ഇനി സിമിലർ പേജസ് മോർ ദാൻ ഇല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രെയിമിനകത്തോട്ട്, അപ്പോൾ ഇവിടെ നമ്മൾ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാലും ഇനി മോർ ദാൻ 1 പേജസ് ഇല്ല എങ്കിൽ നമ്മളിവിടെ ഒരു റീപ്ലേസ് ചെയ്യുന്ന പേജിൻ്റെ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മോർ ദാൻ ഉണ്ടായെങ്കിലും, ഇപ്പോൾ മോർ ദാൻ ഉണ്ടെങ്കിൽ ഫ്രീക്വൻസി മോർ ദാൻ ഉള്ള പേജ് ഉണ്ടെങ്കിൽ അതിൽ ആദ്യം വന്നത് ആരാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതല്ല, ഇതിപ്പോൾ മോർ ദാൻ ഇല്ല എങ്കിൽ ഏറ്റവും ലീസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പേജ് നമ്മളെ ലീസ്റ്റ് ഫ്രീക്വൻറ്റിനകത്ത് കാണും. ആ പേജിൻ്റെ പൊസിഷൻ എടുക്കുന്നു. ആ പൊസിഷൻ എടുത്ത് വേണം നമ്മൾ ഫ്രെയിമിനകത്തോട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ഫ്രെയിമിനകത്തോട്ട് വെക്കേണ്ടത്. അപ്പോൾ ഫ്രെയിംസ് നമ്മളെന്തായാലും ഒന്നുകിൽ ലോവസ്റ്റ് ഫ്രീക്വൻസി ആയിട്ടുള്ള ലീസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫ്രെയിമിൻ്റെ ഫ്രെയിം ഏതാണെന്ന് കിട്ടും. അതല്ലെങ്കിൽ ഒരേ ലീസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫ്രെയിമുകളിൽ മോർ ദാൻ ഉണ്ടെങ്കിൽ അതിൽ ആദ്യം വന്നത് ആരാണെന്നുള്ളത് നമുക്ക് ഈ ഫ്രെയിമിനുള്ളിൽ കിട്ടും. എന്തായാലും ഫ്രെയിംസിനകത്തുള്ള ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് പൊസിഷനിലിരിക്കുന്ന ഫ്രെയിമിലേക്ക് ഈ പേജസിന് നമ്മളങ്ങ് പ്ലേസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഫ്രീക്വൻസി നമ്മളൊന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. ഫ്രീക്വൻസി ഓഫ് ഫ്രെയിംസ് ഫ്രെയിം equal to 1. കാരണം അത് ആൾറെഡി 0 അല്ലെങ്കിൽ മോർ ദാൻ 1 ആണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ 1 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ദെൻ അതിൻ്റെ പൊസിഷനെ നമ്മളങ്ങ് പ്ലേസ് ചെയ്യുന്നു. വീണ്ടും ആ ഏത് പേജിനാണോ പ്ലേസ് ചെയ്ത് അതിൻ്റെ പൊസിഷനെ നമ്മളങ്ങ് ഫ്രെയിമിനകത്തോട്ട്, ആ ഫ്രെയിം ഇരിക്കുന്ന പേജിൻ്റെ പൊസിഷനെ നമ്മൾ പൊസിഷൻ എന്ന് പറഞ്ഞ അറയിലേക്ക് നമ്മളങ്ങ് പ്ലേസ് ചെയ്യുന്നു. is equal to I. ഇത് 3 ആണ് ആ ഈഫിനകത്ത് ഉള്ളത്. നമ്മൾ ഫോർ ലൂപ്പ് ഇവിടെ എൻഡ് ചെയ്യുന്നു.
ഇത്രയും കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ആ ടേബിള് ഈ ഫ്രെയിമിനകത്തുള്ള വാല്യൂ അങ്ങ് പ്രിൻ്റ് ചെയ്യുക. ഫോർ j is equal to 1, j less than or equal to number of frames j plus plus. Printf percentage d \t comma frames of j. ഒരു റോ കഴിയുമ്പോൾ വീണ്ടും അടുത്ത വീണ്ടും \n കൊടുക്കുക, ന്യൂ ലൈൻ കൊടുക്കുക. ഇത്രയാണ് നമ്മളെ പ്രോഗ്രാം. ഇത് കഴിയുമ്പോൾ ഈ ഫോർ ലൂപ്പ് കഴിയുമ്പോൾ ആണ് നമ്മൾ പ്രിൻ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പ്രിൻ്റ് ചെയ്യല്ലേ, ഇവിടെ പ്രിൻ്റ് നമ്മളൊരു റോയുടെ ഫുള്ള് ചെയ്തിട്ട് അത് പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് ചെയ്തിട്ട് വേണം അടുത്ത റോയിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഐ ലൂപ്പ് ഇവിടെ വേണം ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേജ് ഫോൾട്ട് എത്രയാണ് പ്രിൻ്റ് ടോട്ടൽ പേജ് ഫോൾട്ട്സ് percentage d പേജ് ഫോൾട്ടും റൺ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഉണ്ട് നോക്കാം. കുറേ പ്രൈംസിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ലൈൻ നമ്പർ 13 36 56 പ്രൈംസ് എന്നാണ്. നോക്കുക. ഫോർ j is equal to 0, ഇതിന് മുകളിൽ നമ്മൾ സെമി കോളൻ ക്ലോസ് ചെയ്യുക. റൺ ചെയ്ത് നോക്കാം. ഫ്രെയിം അൺഡിഫൈൻഡ് വേരിയബിൾ ഫ്രെയിം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഈ ഫ്രെയിം ഡിഫൈൻ ചെയ്യുന്നു. ഫ്രെയിം കൂടെ നമ്മളുണ്ട്. ഇവിടെ ഫ്രെയിം കൂടെ ഡിഫൈൻ ചെയ്യുക. ഫ്രെയിം is equal to 1 ആയിട്ട് ഡിഫൈൻ ചെയ്യുക. ഫ്രീ ആയി റൺ ചെയ്ത് നോക്കാം. ഈ ഡാറ്റ തന്നെ നമുക്ക് കൊടുത്ത് നോക്കാം എന്താണ് വരുന്നത് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് പേജസ് 13 ആണ്. പേജസ് 1 by 1 ആയിട്ട് നമുക്ക് കൊടുത്ത് നോക്കാം. 7 0 1 2 0 3 0 4 2 3 0 3 2 പ്രൈംസ് 3 ആണ്. ടോട്ടൽ പേജ് ഫോൾട്ട് 8 ആണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് നോക്കാം. ആദ്യം ഫസ്റ്റ് ഫ്രെയിം 3 ടൈംസ് 7 വന്നിട്ടുണ്ട്.
ദെൻ 2 4 ടൈംസ് വന്നിട്ടുണ്ട്, ദെൻ 4 2 ടൈംസ് വന്നിട്ടുണ്ട്, 2 ടൈംസ് 4, ബാക്കി 3 ആണ്. മിഡിലെ എല്ലാ ഫ്രെയിംസ് 0 ആണ്. അടുത്തത് 2 -1 കഴിഞ്ഞിട്ട് 3 1 ആണ്, ഇവിടെ 3 1 ആണ്. ദെൻ 3 3 പേജ് നമ്പർ 3 വന്നിട്ടുണ്ട്. ദെൻ പേജ് നമ്പർ 2 വന്നിരിക്കുന്നത് 5 ടൈംസ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പേജ് നമ്പർ 2 വന്നിരിക്കുന്നത് ടോട്ടൽ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ 8 ആണ്. നമ്മൾ ഈ പ്രോഗ്രാം വർക്കിംഗ് ആണ്, അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാം എന്തായാലും ചെയ്ത് നോക്കുക. ഏത് സാമ്പിൾ ഡാറ്റയും നിങ്ങൾ കൊടുത്ത് നോക്കുക, ഓൾമോസ്റ്റ് എല്ലാം വർക്കിംഗ് ആയിരിക്കും. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് പ്രോഗ്രാം ഡിഫറെൻറ്റ് റെഫറൻസ് സ്ട്രിങ് കൊടുത്ത് നോക്കിയിട്ട് ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യാം. എന്തായാലും അടുത്ത വീഡിയോയുമായിട്ട്, അടുത്ത എക്സ്പെരിമെൻറ്റിൻ്റെ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.